ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിലും ഇന്ന് പാളയത്ത് നടക്കുന്ന ഈദ്ഗാഹിൽ വട്ടിയൂർക്കാവിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി VK പ്രശാന്ത് MLA എത്തിയിരിക്കുകയാണ്. MLA, തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങളിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ വലിയ മേൽക്കൈ LDFിൻ്റെ സ്ഥാനാർത്ഥികൾ നേടിക്കഴിഞ്ഞു. VKPയുടെ പ്രചരണം ഏത് നിലയിലാണ് ഇപ്പോൾ പോകുന്നത്? വളരെ മികച്ച നിലയിലാണ്. അപ്പോൾ ഇന്ന് ഈദ് ദിനം കൂടിയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈദിൻ്റെ ആശംസകൾ കൂടി ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഞങ്ങളിപ്പോൾ ഏതാണ്ട് ഒന്നാം ഘട്ടം ഏതാണ്ട് പകുതിയിലധികം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഭവന സന്ദർശനം നമ്മൾ ആരംഭിച്ചു. ജംഗ്ഷനുകളും കവലകളും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട വ്യക്തികളെ പ്രത്യേകം കാണുന്നുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. പോയിടത്തെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണമാണ്. സർക്കാരിനെക്കുറിച്ചോ MLAയെക്കുറിച്ചോ ഒരു ആക്ഷേപവും ജനങ്ങൾ ഉന്നയിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് MLAയും തുടരും, സർക്കാരും തുടരും. ആ ഒരു സന്ദേശമാണ് ജനങ്ങൾ നൽകുന്നത്. കാരണം മറുഭാഗത്ത് ഐക്യജനാധിപത്യ മുന്നണി ഒരു ഐക്യവുമില്ലാതെ സ്ഥാനാർത്ഥി ചിത്രം പോലും വ്യക്തമാക്കാൻ കഴിയാതെ ഉഴലുമ്പോൾ മറുഭാഗത്ത് LDF വളരെ ഭദ്രതയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടിൽ വികസനം നന്നായി നടക്കുന്നുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നുണ്ട്. ഇത് രണ്ടും ഉറപ്പാക്കുന്ന ആളിനെ ആയിരിക്കും ജനം സെലക്ട് ചെയ്യുക. അവിടെയാണ് LDFന് ഉറച്ച ബോധ്യമുള്ളത്. LDF തന്നെ 100 സീറ്റിന് മുകളിലേക്ക് വന്ന് വിജയിച്ച് ഈ കേരളത്തെ മുന്നോട്ട് നയിക്കുമെന്നുള്ളത്. ഇന്നിപ്പോൾ ഈ ഈദ്ഗാഹിൽ മുഴുവൻ സമയവും ഇവരോടൊപ്പം വിശ്വാസികൾക്കൊപ്പം അങ്ങ് പങ്കെടുത്തു. എന്താണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ മതവിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ഉത്സവ കേന്ദ്രങ്ങളിൽ, ക്ഷേത്രങ്ങളിലെ ഉത്സവ പരിപാടികൾ പങ്കെടുത്തു. ആറ്റുകൾ ഉൾപ്പെടെ നമ്മൾ പങ്കെടുത്തു. പള്ളികളിൽ നടക്കുന്ന പരിപാടികൾ പങ്കെടുത്തു. ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സന്ദർശിച്ചു. ഇന്നലെ സെൻറ്റ് ജോസഫിലെ ദിവ്യ ബലിയുടെ അന്നദാനമായിരുന്നു, അവിടെ പങ്കെടുത്തു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ നാട്ടിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ആണ് അത്യാവശ്യം. അതിനാവശ്യമായിട്ടുള്ള അടിത്തറ കൊടുക്കുക, ബലപ്പെടുത്തുക എന്നുള്ളതാണ് ഭരണകൂടം എന്ന നിലയിൽ LDFിൻ്റെ ഉത്തരവാദിത്വം. അത് ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ മതവിശ്വാസികളെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളൊരു സന്ദേശം കൂടി തീർച്ചയായിട്ടും ഈ സന്ദർശനങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ മതേതര മുദ്രാവാക്യം കൂടുതൽ ഉച്ചത്തിൽ ഉയർത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. കേരളം അതിന് മാതൃകയാണ്. ഇവിടെ ഇതിൻ്റെ സന്ദേശമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. പല സ്ഥലങ്ങളിലും മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു, പേര് മാറ്റാൻ നിർബന്ധിക്കുന്നു, ഇന്ന കാര്യം ചെയ്യരുതെന്ന് പറയുന്നു, ഇന്ന ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കേരളം ഉയർത്തുന്ന ഈ മതേതര മുദ്രാവാക്യം ഇന്ത്യക്കാകെ മാതൃകയായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളും ഉദ്ദേശിക്കുന്നൊരു കാര്യം. എന്നാൽ ഇന്നിപ്പോൾ ഈ പെരുന്നാൾ ദിനത്തിൽ എന്തെങ്കിലും പ്രത്യേക സ്വകാര്യ പരിപാടികളുണ്ടോ? ഏതെങ്കിലും നേരത്തെയുള്ള പോലെ തന്നെ ഭവന സന്ദർശനങ്ങൾ ഉൾപ്പെടെ? അല്ല, തീർച്ചയായിട്ടും ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെ സ്വകാര്യ സന്ദർശനങ്ങളുടെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഭവന സന്ദർശനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചില കവലകൾ പ്രത്യേകമായിട്ട് സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ പോയാൽ മാത്രമേ 20 ദിവസം കൊണ്ട് കുറച്ചെങ്കിലും കവർ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ ഈ വട്ടിയൂർക്കാവിലെ ഒരു മത്സര ചിത്രം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. മറ്റ് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ കൂടി വരുമ്പോൾ എങ്ങനെയാണ് മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും LDFന് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് വലിയ ആശങ്കയൊന്നുമില്ല. ഞങ്ങൾ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷം നേടിയായിരിക്കും ഇത്തവണ ജയിക്കുക. 25,000-ന് മുകളിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ അതിന് മാത്രമുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ചത് മുതൽ ഇന്നുവരെ ഞങ്ങൾ പ്രചരണത്തിലായിരുന്നു. അതുകൊണ്ട് ഈ സമയക്കുറവ് ഞങ്ങളെ ബാധിക്കില്ല. ഏതായാലും എല്ലാവിധ ഭാവുകങ്ങളും. വട്ടിയൂർക്കാവിലെ ഇടത് സ്ഥാനാർത്ഥി VK പ്രശാന്ത് MLA ആണ് ഈ പാളയത്ത് നടന്ന ഈദ്ഗാഹ് ചടങ്ങിൽ മുഴുവൻ സമയവും പങ്കെടുത്ത് വിശ്വാസികളുമായി സൗഹൃദം പങ്കിടുകയും വോട്ടഭ്യർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി. ക്യാമറ പേഴ്സൺ ബിച്ചു പൂവച്ചലിനൊപ്പം കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.